ഈ പാൽ ഉൽപ്പന്നങ്ങൾ ഒക്കെ ഉപയോഗിച്ചിട്ട് ജ്യൂസ്, ഷെയ്ക്ക് അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ഹോട്ടലുകളോടനുബന്ധിച്ചുള്ള ജ്യൂസ് കോർണറുകളുണ്ട്. അപ്പോൾ ഈ കോർണറുകൾ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ അന്യ സംസ്ഥാനത്ത് നിന്ന്, നമ്മുടെ അയൽ സംസ്ഥാനത്ത് നിന്ന് വരുന്ന പാലാണ്. ആ പാലിന് അതിൻ്റെ പാക്കിംഗ് ഡേറ്റ് തൊട്ട് 20 ദിവസമാണ് അതിന് ഒരു പീരീഡ് പറഞ്ഞിരിക്കുന്നത്. സാധാരണഗതിയിൽ കട്ടി കൂടിയ മിൽക്കാന്നുള്ളത് പറയുന്നത്, കട്ടി കൂടിയ പാലാന്നുള്ളത് പറയുന്നത്. പക്ഷെ ആ ഒരു ചായക്ക് അവരത് ഉപയോഗിക്കുന്നില്ല. അവർ പ്രധാനമായിട്ട് അത് ഉപയോഗിക്കുന്നത് ജ്യൂസിനാന്ന് പറയുന്നു. പക്ഷെ അത് പാക്ക് ചെയ്ത ഡേറ്റ് തൊട്ട് 20 ദിവസം എന്നുള്ള രീതിയിൽ അതിൻ്റെ ഒരു ഡേറ്റ് പറയുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അപ്പോൾ അത് ബന്ധപ്പെട്ട ഫുഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ളത്, നഗരസഭയെ സംബന്ധിച്ച് നമുക്കിപ്പോൾ സാമ്പിളിങ്ങിനുള്ള ഒരു അധികാരമില്ല. അപ്പോൾ ഫുഡ് സേഫ്റ്റി ഉൾപ്പെടെയുള്ള ആൾക്കാർ അത്തരത്തിലുള്ള കാര്യങ്ങളൊരു ശ്രദ്ധ പുലർത്തി അതിൻ്റെ ഒരു അതിൻ്റെ ഒരു ഗുണനിലവാരത്തെ കുറിച്ചൊന്ന് അന്വേഷിച്ചറിഞ്ഞാൽ നല്ലതാണ്. കാരണം മിൽമ പോലെയുള്ള സ്ഥാപനങ്ങളുടെ പാലുകൾ ഭൂരിഭാഗം കടകളിൽ ചെന്ന വളരെ കുറച്ച് കടകളിൽ മാത്രമേ കാണുന്നുള്ളൂ. ബാക്കിയെല്ലാം അന്യസംസ്ഥാനത്ത് നിന്ന് വരുന്ന പാലുകളാണ്. ഇതൊക്കെ എപ്പോൾ വരുന്നു, എപ്പോൾ വരുന്നു എന്നറിയില്ല.